അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അടുത്ത ഒരു അടികൂടി നടക്കുകയാണ് ലൈവിൽ. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് നോമിനേഷന് വേണ്ടിയിട്ട് വിളിച്ച് എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് നമ്മുടെ രേണു സുധിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ് കിടന്ന കൂട്ടത്തിൽ നമ്മുടെ ഷാനവാസിനും തലവേദന ഉണ്ടായിരുന്നു. എന്നാൽ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് രേണു സുധിയുടെ തലവേദന മാത്രമാണ് ജെനുവിൻ എന്ന് പറഞ്ഞു എന്ന്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അപ്പാനി ശരത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് രേണു സുധിയെ ചൊറിയാമെന്ന അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ അപ്പാനി ശരത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. പുള്ളി എന്ത് ചെയ്തു, രേണു സുധിയോട് ചോദിച്ചു, നിനക്കിപ്പോൾ തലവേദനയൊന്നും ഇല്ലേ എന്ന്. അതൊരു വലിയ അടിയായി തീർന്നു. വലിയ അടിയെന്ന് വെച്ചാൽ വലിയ അടി നടക്കുകയാണ്. ആദ്യം നമ്മുടെ അഭിശ്രീ അഭിയില്ലേ, അഭിയും ക്യാപ്റ്റനും തമ്മിൽ വലിയൊരു അടി. അഭി ഭയങ്കര ചുടനാ കേട്ടോ. അഭി റോക്കിയെ പോലൊക്കെയാണെന്ന് തോന്നുന്നു. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അഭിക്ക് തന്നെ വിനയാവാൻ സാധ്യതയുണ്ട്. അപ്പം അഭിയും കയറി ഭയങ്കര തല്ലുന്ന രീതിയിലൊക്കെ കേട്ടോ അഭി കയറി ഇടപെട്ടത്. പിന്നെ അഭിയും അനീഷും കൂടെ നല്ലൊരു അടിയായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസും അനീഷും, ശരിക്കും ഇതിനകത്ത് അനീഷ് നമ്മളെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വെറുപ്പിക്കുന്നുണ്ട്. കാരണം ഷാനവാസ് തലവേദനയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുധിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ അറ്റൻഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സരിക പറഞ്ഞു സരികയ്ക്കും വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഷാനവാസ് ഡയറക്റ്റ് അനീഷിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ മെഡിക്കൽ ടീമിനെ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കാര്യം പറയത്തുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. ശരിക്കും നമ്മളെ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ അനീഷ്. പുള്ളി ഒരിടത്ത് നിൽക്കത്തില്ല. വേണമെങ്കിൽ സംസാരിക്കാനുള്ളവർ പുള്ളിയുടെ കൂടെ നടന്നോണം. ചില സമയത്ത് ചോദിക്കുന്നതിനൊന്നും പുള്ളിക്ക് റിപ്ലൈ ഉണ്ടാവില്ല. അഥവാ റിപ്ലൈ പറഞ്ഞാൽ തന്നെ പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.